സ്വാതന്ത്ര്യദിനമാണ്. ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ്റെയും ഓഗസ്റ്റ് 15 ഇന്ത്യയുടെയും സ്വാതന്ത്ര്യദിനമാണ്. അപ്പോൾ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ആദ്യമായി അഭിവാദ്യങ്ങൾ നേരുന്നു. ഈ സ്വാതന്ത്ര്യ പൂർവ്വ സന്ധിയിൽ എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ്. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചോ മതേതരത്വത്തെക്കുറിച്ചോ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. സത്യത്തിൽ എനിക്ക് അങ്ങനെ യാതൊരു ആശങ്കയില്ല, യാതൊരു ദുശ്ശങ്കയുമില്ല. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ സുദൃഢ ഹസ്തങ്ങളിൽ വളരെ ഭദ്രമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എനിക്ക് പണ്ടും ആശങ്കയില്ല, ഇപ്പോഴും ഇല്ല. കാരണം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കാലടി സംസ്കൃത സർവകലാശാലയിൽ ഉണ്ടായ ഒരു ഒറ്റ സംഭവം മാത്രം നോക്കിയാൽ മതി. ഈ രാജ്യത്തെ ചെറുപ്പക്കാരെക്കുറിച്ച് നമുക്ക് വളരെയധികം പ്രതീക്ഷ ഇനിയും ബാക്കിയുണ്ട്. നമ്മളൊക്കെ പോയാലും ഈ രാജ്യം ഇതുപോലെ തന്നെ സമത്വ സുന്ദരമായിട്ട് ജനാധിപത്യ സുരഭിലമായിട്ട് നിലനിൽക്കും എന്ന കാര്യത്തിൽ പിന്നെ ആർക്കും ഒരു സംശയത്തിനും ഒരവകാശമില്ല. സംഭവം എന്താണെന്ന് നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണും, പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കും. ഈ കാലടി സംസ്കൃത സർവകലാശാല എന്ന് പറഞ്ഞൊരു സംഗതി പണ്ട് കെ കരുണാകരൻ മുഖ്യമന്ത്രിയും ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന കാലത്ത് ജഗദ്ഗുരു ആദി ശങ്കരാചാര്യരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിക്കേണ്ടതുണ്ട്. അവിടെ നടക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ശങ്കരാചാര്യർക്ക് മാത്രമല്ല, അത്യാവശ്യം മാനാഭിമാനമുള്ള ആർക്കും വളരെയധികം സങ്കടവും അതിനേക്കാൾ കൂടുതൽ ലജ്ജയും തോന്നും. നമ്മുടെ കാലടി കോസാമ്പി എന്നറിയപ്പെടുന്ന സുനിൽ പിള്ളയണവും അദ്ദേഹത്തെ പോലുള്ള പ്രമുഖ വ്യക്തികളോട് പഠിപ്പിക്കുന്നത്. അവരാൽ പഠിപ്പിക്കപ്പെടുന്നവരാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ. അങ്ങനെ ഒരു മഹാസ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ ഡോക്ടർ സീസ തോമസ് സന്ദർശനത്തിനെത്തി. സീസ തോമസിനെ നമുക്കറിയാം, അവർ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രഗത്ഭയായ പ്രൊഫസറാണ്, വളരെ പണ്ഡിതയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണറും തദ്വാര വിവിധ സർവകലാശാലകളിൽ വൈസ് ചാൻസലറുമായിരുന്ന കാലത്ത് ഈ ഡോക്ടർ സീസ തോമസിനെ അബ്ദുൽ കലാം സ്മാരക ടെക്നിക്കൽ സർവകലാശാലയിൽ സാങ്കേതിക സർവകലാശാലയിൽ ഇവരെ വൈസ് ചാൻസലറുടെ ചുമതലക്കാരിയായിട്ട് നിയമിച്ചു. അന്ന് എത്തപ്പൈക്കാർ ഒരുപാട് സമരച്ചു, പക്ഷെ അവർ മാറ്റാൻ പറ്റിയില്ല. നമ്മുടെ കേരള സർക്കാർ ഇവർക്ക് ശമ്പളവും പിരിഞ്ഞു പോയപ്പോൾ മറ്റ് ആനുകൂല്യങ്ങളും DCRG അടക്കം കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചു. അവർ പിന്നെ കോടതിയിൽ പോയി വളരെ കാലം കേസ് നടത്തിയിട്ടാണ് അതൊക്കെ നേടിയെടുത്തത്. പിന്നെ ഇടക്കാലത്ത് അവരെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായിട്ട് വെച്ചു. ഏറ്റവും ഒടുവിൽ പുതിയ ഗവർണർ വന്നതിന് ശേഷം ഇവരെ കാലടി സർവകലാശാലയിൽ VCയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. താൽക്കാലിക VCയാണ്. മുഴുവൻ സമയ VC ഇനി ഏത് കാലത്ത് കണ്ടെത്തും, എന്ന് നിയമിക്കും എന്ന് ആർക്കും അറിയില്ല. ഏതായാലും സീസ തോമസ് അവിടെ എത്തിയപ്പോൾ എത്തപ്പൈക്കാർ ഇവരെ തടഞ്ഞു, അവരെ ദേഹോദ്രവത്തിന് ശ്രമിച്ചു. അത്യാവശ്യം ഉന്തും തള്ളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയ പരിക്കൊക്കെ പറ്റി എന്നാണ് പറയുന്നത്. പക്ഷേ അതിനേക്കാൾ രസകരമായ ഒരു കലാപരിപാടി എത്തപ്പൈക്കാർ അവിടെ അവതരിപ്പിച്ചു. അതെന്ന് വെച്ചാൽ ഈ ജീവനോടെ ഇരിക്കുന്ന ഡോക്ടർ സീസ തോമസിൻ്റെ പ്രതീകാത്മകമായ ശവമടക്ക് അല്ലെങ്കിൽ ശവസംസ്കാരം ഇവർ നടത്തി. അതായത് ഒരു മൃതദേഹം എന്ന് തോന്നിപ്പിക്കുന്ന എന്തോ ഒരു സാധനത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ചുവന്ന പട്ടക്ക് പുതപ്പിച്ച് പിന്നെ ചുറ്റും പൂക്കളൊക്കെ വിതറി 10, 30, 35 വയസ്സുള്ള ചില തടിമാടന്മാർ എത്തപ്പൈക്കാരായിരിക്കും. ഇപ്പം എത്തപ്പൈക്കാരെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന കാലത്തെ പോലെ 17, 18 വയസ്സുള്ള പിള്ളേരല്ല, 35, 40 പ്രായമായ ആൾക്കാരുണ്ട്. പുതിയ പിള്ളേർ ആ രീതിയിൽ ചേരില്ല. തനി സാമൂഹ്യ വിരുദ്ധന്മാർ മാത്രം ചേരുന്ന ഒരു സംഘടനയായിട്ട്, അല്ലെങ്കിൽ ചെഗുവേര ഗ്യാങ്ങിൽപ്പെട്ട MDMA ഉപയോഗിക്കുന്നവർ മാത്രം ചേരുന്ന ഒരു മഹാവിപ്ലവ പ്രസ്ഥാനമായിട്ട് എത്തപ്പൈ പുരോഗമിച്ച് കഴിഞ്ഞു. ആർഷോ പോയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി എത്തപ്പൈ നന്നാവും. പക്ഷേ പേടിക്കണ്ട, അതിനേക്കാൾ കിടിലൻ സാധനം ആ സ്ഥാനത്ത് വന്നു. ശിവപ്രസാദ് എന്നാണ് ആ ധീരസഖാവിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം നയിക്കുന്ന എത്തപ്പൈ പണ്ട് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പളിൻ്റെ കുഴിമാടം ഒരുക്കിയ, പിന്നീട് എറണാകുളം മഹാരാജ് കോളേജിൽ പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിച്ച, കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പ്രിൻസിപ്പൾ റിട്ടയർ ചെയ്ത ദിവസം അനുശോചന സമ്മേളനം സംഘടിപ്പിച്ച അതേ വിപ്ലവ പ്രസ്ഥാനം ഇതാ കാലടി സർവകലാശാലയിൽ ജീവിച്ചിരിക്കുന്ന വൈസ് ചാൻസലറുടെ പ്രതീകാത്മക ശവസംസ്കാരം സംഘടിപ്പിച്ച് വീണ്ടും കയ്യടി നേടിയിരിക്കുകയാണ്. ഈ വിക്ടോറിയ കോളേജിൽ കുഴിമാടം ഒരുക്കിയപ്പോൾ മഹാനായ MA ബേബി ഇത് ഇൻസ്റ്റലേഷൻ ആർട്ടാണെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. അന്ന് ബേബി കേവലം മുൻ വിദ്യാഭ്യാസ മന്ത്രി മാത്രമായിരുന്നു. ഇപ്പം അദ്ദേഹം പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ബേബി സഖാവിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടെന്ന് എനിക്കറിയില്ല. പെടുന്ന പക്ഷം പുള്ളി ഇതിനെയും അഭിനന്ദിക്കും.
എത്തപ്പൈക്കാരെ പുള്ളി വേണമെങ്കിൽ ഡൽഹിയിൽ വിളിച്ച് ആദരിക്കും. വേണമെങ്കിൽ ഇവർക്ക് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ പിടിച്ചു കൊടുക്കും. കാരണം ഇതുപോലുള്ള പ്രതിഭകളൊക്കെ കാലടിയിൽ ഒതുക്കിപ്പോരുത്. അവർ ജവഹർലാൽ നെഹ്റുവിലാണ് ചെല്ലേണ്ടത്. കാരണം ഇവരെ പോലുള്ളവർക്ക് പറ്റിയ സ്ഥലം അതാണ്. ഏതായാലും സംഗതി വളരെ ജോറായിട്ട് ഇവരെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലെ പലവിധ സമരങ്ങൾ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തിയവരാണ്. പരീക്ഷയ്ക്ക് പണമടക്കാത്തവും പാസ്സാവുന്നു. ബികോമിന് തോറ്റവർ എംകോമിന് അഡ്മിഷൻ കിട്ടുന്നു. യൂണിവേഴ്സിറ്റി യൂണിയനിലേക്ക് മത്സരിക്കാത്തവർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ഇങ്ങനെ പല അത്ഭുതങ്ങളും നമ്മൾ കണ്ടു. അത് സഖാവ് ആർഷോയുടെ കാലമാണ്. യുവർ ഡാൽ വില്ലോട്ട് കുക്ക് ഹിയർ എന്ന് തൃശ്ശൂർ കേരളവർമ്മ കോളേജിൻ്റെ മുമ്പിൽ ബാനർ എഴുതി വെച്ചേക്കുന്നത് നമ്മൾ കണ്ടു. കാലിക്കറ്റ് സർവകലാശാലയിൽ ചാൻസലറെ കാല് കുത്താൻ അനുവദിക്കുകയില്ല എന്ന് ആർഷോ ആക്രോശിക്കുന്നത് നമ്മൾ കണ്ടു. ചാൻസലർ അവരെ തൃണവൽക്കരിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല കോഴിക്കോട് മിഠായി തെരുവിൽ വരെ പദയാത്ര നടത്തുന്നത് നമ്മൾ കണ്ടു. ഇതുകൊണ്ടൊക്കെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീമതി സഖാവ് ആർ ബിന്ദു ഇരിങ്ങാലക്കുടയിൽ തോറ്റുപോയത്. അതുകൊണ്ടുകൂടിയാണ് നമ്മുടെ സഖാവ് ശിവൻകുട്ടി നേമത്ത് തോറ്റുപോയത്. ഇതുകൊണ്ടാണ് പാർട്ടിയുടെ പ്രമുഖരായ പല സ്ഥാനാർത്ഥികളും പല മണ്ഡലങ്ങളും തോറ്റത്. വാമനപുരം പോലെ, അല്ലെങ്കിൽ ഒരു കാലത്തും സി പി എംകാർ തോക്കാത്ത തളിപ്പറമ്പ്, അതുപോലെ പയ്യന്നൂർ, ഇതുപോലെ നാദാപുരം പോലുള്ള സീറ്റുകളിലൊക്കെ ധീരസഖാക്കൾ ധൈര്യമായിട്ട് തോറ്റുപോയി. എത്ര തോൽവി കൊണ്ടും ഞങ്ങൾ പാഠം പഠിക്കില്ല. എൻ്റെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവില്ല, ഞാൻ ഈ പ്രസ്ഥാനത്തെ മുടിപ്പിച്ചിട്ടേ പോവുകയുള്ളൂ. ഈ തോട്ടം മുടിയാ കാലത്ത് ചെറുപ്പം കൊലയ്ക്കും എന്ന് പറഞ്ഞ പോലെ എത്തപ്പൈക്കാരും ഡിവൈഎഫ്ഐക്കാരും കൊടുത്ത വമ്പിച്ച സംഭാവന കൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ സി പി എം ഇല്ലാണ്ടായത്, ത്രിപുരയിൽ ഇല്ലാണ്ടായത്, കേരളത്തിലും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ധീരസഖാക്കൾക്ക് എന്താണ് വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. എത്തപ്പൈക്കാരും ഡിവൈഎഫ്ഐക്കാരും ഉള്ളിടത്തോളം കാലം നമ്മൾ ഈ ജേഴ്സികളെക്കുറിച്ച് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ കൂടി സംഗതി കുട്ടിച്ചോറാക്കി കയ്യിൽ വെച്ച്